അങ്ങനെ നമ്മുടെ ടീം ഇന്ത്യക്ക് പുതിയൊരു T20 നായകൻ ശ്രേയസ് അയ്യറിനെ പറ്റി പറയുകയാണെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ വളരെ കാലങ്ങൾക്ക് ശേഷം ഒരു ചാമ്പ്യൻ ആക്കിയ ക്യാപ്റ്റനാണ്. അതുപോലെ തന്നെ പഞ്ചാബിനെ ഫൈനലിൽ എത്തിക്കാൻ സാധിച്ചു. ഈ സീസണിലും ആദ്യ പകുതിയിൽ വളരെ നന്നായിട്ട് തന്നെയാണ് പഞ്ചാബ് കളിച്ചത്. അതിനകത്ത് മുഖ്യ പങ്ക് വഹിച്ചത് ക്യാപ്റ്റൻ എന്ന നിലയിൽ ശ്രേയസ് അയ്യർ തന്നെയാണ്. ഇനി ശ്രേയസ് ടീം ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് ക്യാപ്റ്റനായിട്ടാണ്. ടീം ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ട് സൂര്യകുമാർ യാദവിന് ശേഷം, സ്കൈക്ക് ശേഷം ശ്രേയസ് വരികയാണ്. അയ്യർ ഇനി ടീമിൻ്റെ ക്യാപ്റ്റൻ. സഞ്ജു സാംസൺ ഒക്കെ ലിസ്റ്റിലുണ്ട്, ക്യാപ്റ്റൻ ആകാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അതായത് സഞ്ജു ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും. രാജസ്ഥാൻ റോയൽസിനെ നമുക്കറിയാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ ഒരു ക്യാപ്റ്റനാണ്. ഇപ്പം ചെന്നൈ വന്നിട്ടാണെങ്കിലും നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ മികച്ച താരത്തിനുള്ള അവാർഡൊക്കെ കിട്ടിയ വ്യക്തിയാണ്. അന്നേരം അപ്പം ചിലപ്പോൾ ആക്കിയാലോ എന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ശ്രേയസ് അയ്യർ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇനി ശ്രേയസിൻ്റെ യുഗം.